ആ ദൈവമ്മ ഫുഡൊക്കെ ആയി. ഫുഡ് വിളമ്പാൻ എടുത്ത് വെക്കട്ടെ. അല്ല മാനസേ, നിനക്ക് മാനവന് ഓർമ്മല്ലേ? ഇല്ല. എന്താ നിങ്ങക്ക് വേണ്ടേ? എന്ത് ചോദിച്ചാലും നീ തരോ? ദേ ഒരുമാതിരി മറ്റേടത്ത് സംസാരം എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത്. മാറി നിൽക്കാം അങ്ങോട്ട്. ഇപ്പൊ പറയടി, നിനക്കെന്നെ അറിയില്ലേ? എന്നെ വിട്ട്. നിന്നോട് പറയാനാ പറഞ്ഞേ. എന്തും നേരെ പറയടി. അറിയാം, ഇനി എന്നെ വിട്ട്. അങ്ങനെ ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിപ്പിച്ചു. കൊച്ചു ചെലവ് വേണം കേട്ടോ. എന്തിന്? എന്തേട്ടോ ഒന്നും അറിയാത്തതുപോലെ? നിങ്ങൾ സെറ്റായില്ലേ? ആദ്യം നീ നിന്റെ ഫ്രണ്ടിനോട് നേരെ ഒന്ന് സംസാരിക്കേ. വാ കേറ്. ഞാനില്ല. നിന്നോട് കേറാനാ പറഞ്ഞേ. എനിക്ക് നിന്നോട് എതിർത്ത് നിൽക്കാൻ സമയമല്ല. എനിക്ക് നിന്റെ അമ്മ എന്തായാലും ഒന്ന് കാണണം. അതുകൊണ്ടാണ് കേറ്. മര്യാദക്ക് കേറുന്നോ അതോ ഞാൻ വലിച്ചു കേട്ടണോ? കേറി. മനസ്സേ, നീ ഓക്കെ അല്ലേ? എനിക്കെന്ത് പ്രശ്നം? നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ. നിനക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഉണ്ടാവും കൂടെ. മനസ്സേ, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക. തൊട്ടു പോവരുത് അവളെ. എനിക്കറിയാം, എന്നെ മനസ്സിലാക്കാൻ നീ കഴിഞ്ഞേ മറ്റാരും ഈ ലോകത്തുള്ളൂ എന്ന്. അത് പിന്നെ മാനസ, ഇത്രയും സീരിയസ് ആയ കാര്യമായിട്ടാണോ ഈ പുല്ലേ നീ പറയാതെ മറച്ചു വെച്ചത്? എത്ര വട്ടം ഞാൻ നിന്നോട് വന്ന് ചോദിച്ചു. ഒരു വട്ടമെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ നിനക്ക്? എന്നാൽ ഇത്ര വഷളാവുമായിരുന്നു? ശരി, അത് വിട്. ഇതിൻ്റെ ഇടയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ ഞാൻ ആരാ അല്ലേ? ഒരു അന്ധനെ പോലെ നിന്നെ സ്നേഹിച്ചു. എന്നിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയതോ 100,000 കുത്തുവാക്കുകൾ. അത് അളന്നു നോക്കാൻ പോലും കഴിയാത്ത ഒന്നാണെന്ന് ഞാൻ എങ്ങനെ നിങ്ങളോടൊക്കെ പറയും? യെസ്, ഹീസ് സംതിങ് സ്പെഷ്യൽ ടു മീ. ബട്ട് ആർക്കും തന്നെ ഇഷ്ടമല്ലല്ലോ. പക്ഷെ എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടിക്കൊണ്ടിരിക്കുക മനുഷ്യ. മാനവേട്ട പ്ലീസ്, എനിക്ക് പറ്റണില്ല. എന്നോടൊന്ന് ക്ഷമിക്ക്. അതിന് നീ എന്ത് ചെയ്തിട്ടാ നിന്നോട് ഞാൻ ക്ഷമിക്കണ്ടേ? ഞാനല്ലേ ചെയ്തത് മൊത്തവും.
മാനവേട്ട, സോറി. ഞാൻ ഇനി എങ്ങനെയാ നിങ്ങളോട് ഇത് പറയണ്ടേ? നിന്നോടാ ചോദിക്കണേ മാനസേ. ഞാനൊക്കെ കഴിക്കലുണ്ട്. ഓ, അപ്പോൾ ഡോക്ടർ കള്ളം പറഞ്ഞതായിരിക്കും അല്ലേ? ആയിരിക്കും. ദേ, ഒന്നും കൂടി തന്നോണ്ടല്ലോ. അതും പോരാതെ അവള് മഴ കാണാത്ത പോലെ മഴയത്ത് ഇറങ്ങി നിന്നു. ചിരിക്കല്ലേ. എന്നെ ചീത്ത പറയാൻ വേണ്ടി മിണ്ടിയതാണോ? ഞാനല്ല ദൈവമ്മ, ഇവനാ. ഇവനും അവനൊക്കെ നിന്റെ മറ്റവനെ പോയി വിളിച്ചാ മതി. അതിനെന്നെ വിളിച്ച. എന്തെങ്കിലും പറയണെങ്കിൽ മൊത്തം നോക്കി പറയടി. ഞാൻ ഇവക്ക് എന്നെ ഒന്ന് അറിയിച്ചു കൊടുക്കട്ടെ. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പിടുത്തി തരാം. മാനവേട്ട, വേണ്ട. വേണ്ടേ? വേണ്ട. എന്ത് വേണം? അത് പിന്നെ എനിക്ക് അറിയാമല്ലോ. ഇങ്ങോട്ട് പാടി. ഞാൻ എത്ര കൊതിച്ചിരുന്നറിയോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി. അത്രയ്ക്കും എന്നെ ഇഷ്ടമാണ്. ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഈ മയിൽപ്പീലി പോലുള്ള ഈ കണ്ണുകൾക്ക്. നീ എത്രയൊക്കെ കള്ളം പറഞ്ഞാലും ഈ മിഴികൾ എന്നോട് പറയുന്നത് മറ്റെന്തോ ആയിരുന്നു. എന്താടി ചിണുങ്ങുന്നെ? എനിക്ക് നാണം വരുന്ന മനുഷ്യ. അതൊക്കെ ഉണ്ടോ തമ്പുരാട്ടിക്ക്? പോടാം. പിന്നല്ലാതെ ഇപ്പൊ അമ്മന്റെ പൊന്നിവിടെ വന്ന് കിടന്ന് നാളെ അമ്പലത്തിൽ പോകാനുള്ളതാ. ഓയ്, എന്റെ സുന്ദരിക്ക് എന്റെ വകൊന്നും വേണ്ടേ ബർത്ത്ഡേ ആയിട്ട്? ഇനി എന്താ? അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാടി.